ഒന്നാമത്തേത്, അള്ളാഹു നമുക്കൊരു സ്ഥാനം ഉയർത്തിവെക്കാൻ തീരുമാനിച്ചു. ആ സ്ഥാനത്തേക്ക് എത്താൻ നമ്മൾ കർമ്മങ്ങൾ കൊണ്ടാവുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എത്തേണ്ട സ്ഥാനത്തെത്താൻ കർമ്മങ്ങളില്ലാതെ രോഗങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മെ അങ്ങോട്ട് എത്തിക്കുമത്രേ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെയാണ് 2 മാസം രോഗിയായി ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർ, 1 വർഷം രോഗത്തിൽ കിടക്കുന്നവർ, 2 വർഷം വാട്ടർ ബെഡ് പോലും കിടന്നിട്ട് പോലും ശരീരം പൊട്ടിയിട്ടും മുറിവായിട്ടും ചോര വന്നിട്ടും ഉമ്മയെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോവാൻ, ഉപ്പയെ ഒന്ന് വാരിയെടുക്കാൻ പോലും പറ്റാത്ത വിധം ശരീരം ആകമാനം വ്രണങ്ങളായി മുറിവുകളായി എത്രയോ സജ്ജനങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ അതിനർത്ഥം അവർ ചെയ്ത പാപമല്ല, ഒരു 200 കൊല്ലം കൊണ്ട് ചെയ്യേണ്ട ഇബാദത്ത് 1 കൊല്ലം സഹിക്കുന്ന വേദന കൊണ്ട് അല്ലാഹു അവർക്ക് നൽകുകയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഈ 3 രീതിയിലാണ് പരീക്ഷണങ്ങൾ വരുന്നത്. അല്ലാഹുവേ, നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പരീക്ഷണങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷണം പരലോകത്തിൻ്റെത്. ദുനിയാവിലെ പരീക്ഷണം അഷ്റഫുൽ ഖൽഖ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പാടില്ലെന്ന് ആര് പറയും? നമുക്ക് വേണ്ടെന്ന് പറയാൻ എന്ത് അവകാശം? അല്ലാഹുവേ, അല്ലാഹുമ്മ ഖഫിഫ് അന്നാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പരീക്ഷണങ്ങളെ ലഘുവാക്കി തരണേ തമ്പുരാനെ.